ഇത് അമ്മാമ്മയുടെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ പിക്കാണേ. അപ്പോൾ ഈ വർഷം ഉണ്ടാക്കിയ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ 3 എഗ്ഗും കുറച്ച് ഉപ്പ്, വാനില എസൻസ്, 1 കപ്പ് ഷുഗർ എല്ലാം കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് അതിനുശേഷം 1 കപ്പ് മൈദ പൊടി ഒന്ന് സീവ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറിന് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കോഫി പൗഡർ, ബൂസ്റ്റ് പൊടി, 1/4 കപ്പോളം കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് ലൂസാകാൻ വേണ്ടി കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തു. അങ്ങനെ ബാറ്റർ ഒരു ഇതും സെറ്റായി. പിന്നെ ഇത് ബേക്ക് ചെയ്യുന്ന ടൈമിൽ 2 ഡ്രോപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവും. അങ്ങനെ നമ്മളിത് ഒഴിച്ച് ബേക്ക് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ലേസായിട്ട് കട്ട് ചെയ്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീം വെച്ച് പിന്നെ ചോക്ലേറ്റ് സോസും കൂടെ അതിൻ്റെ ഇടയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു 3 ലെയേഴ്സോളം നമ്മൾ ചെയ്തു, റിപ്പീറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ക്രം കോട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി. പിന്നെ അതിന് ശേഷം ഈ ചോക്ലേറ്റ് സോസ് കൊണ്ടൊന്ന് ഡ്രിപ്പിംഗ് എഫക്റ്റ് പോലെ കൊടുത്തു. പക്ഷേ ചോക്ലേറ്റ് സോസ് ഇത്തിരി കട്ടിയായി പോയി, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റോസറ്റ് അനോസിലെടുത്ത് മുകളിലൊക്കെ ഡിസൈൻസ് കൊടുത്ത് പിന്നെ പേരൊക്കെ എഴുതിയിട്ടോ. ഈ ചോക്ലേറ്റ് സോസ് കൊണ്ട് തന്നെ പേരൊക്കെ എഴുതി സെറ്റാക്കി. അങ്ങനെ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ വൈകുന്നേരം ഇപ്പം അമ്മ വീട്ടിൽ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പം ശരി, എന്നാൽ പിന്നെ വരാം.